ഒന്നും എനിക്ക് പറയാൻ വയ്യ. കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. അതേ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല. എല്ലാം ചെയ്യുന്നുണ്ട്, കാര്യം ശരി, എല്ലാം ചെയ്യുന്നുണ്ട്, കാര്യം ശരിയാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അനാഥ കുട്ടികളെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളൊരു കുട്ടിയെ ദത്തെടുത്തു, അതിന് തന്തയായിട്ട് ഞാൻ നിൽക്കാൻ ഒക്കത്തില്ല, വളർത്തന്തയായിട്ട് ഒക്കത്തുള്ളൂ. എല്ലാ എല്ലാം തന്നെ നമ്മുടെ മെഡിക്കൽ ആയാലും ശരി, റോഡായാലും ശരി, എല്ലാ കാര്യമായാലും ശരി, എല്ലാത്തിലും തുടക്കക്കാരനായ തന്തയാരായിരുന്നു അടൂർ പ്രകാശ. അടൂർ പ്രകാശ തുടച്ച അടൂർ പ്രകാശ് തന്നെ. അപ്പൊ അതിനിപ്പോ ജനീഷ് കുമാർ വന്നിട്ട് പറയുക ഞാനാണ് അതിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ജനീഷ് കുമാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നില്ല, ചെയ്തു, അങ്ങോട്ട് ചെയ്തു, വളർത്തി. ഈ പ്രാവശ്യം അടൂർ പ്രകാശ് താഴെത്തട്ടിയുള്ള പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു എന്ന് ആഗ്രഹം ആദ്യം സാധാരണക്കാർ ആഗ്രഹിക്കും. ഞങ്ങളൊന്നും ആഗ്രഹിച്ചില്ല. അവരൊന്നും നമുക്കറിയാം വരത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അത് വന്നാൽ ശരിയാവത്തില്ല എന്നും കാര്യം അറിയാം. പലരും പറയുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം മോഹിച്ചു പോയി എന്ന് അല്ലല്ല, അതിന്റെ ഒന്നുമല്ല. അത് നേതൃത്വം ഓരോന്ന് പറയുന്നു, നേതൃത്വം ചെയ്യുന്നു, അത്രയും. അടൂർ പ്രകാശ് ചെയ്യുന്ന കാര്യം ഒറ്റ അതേ ഉള്ളൂ. നേതൃത്വം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ കോന്നിക്കാർക്കേ പരിചയമില്ലാത്തുള്ളൂ. ഹരീഷ് കൊച്ചുവർമ്മനെ കോന്നിക്കാർക്കേ പരിചയമില്ലാത്തുള്ളൂ. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ എല്ലാവർക്കും അറിയാം. ഈ കോന്നി വിട്ടു കഴിഞ്ഞാൽ ഏരിയ മൊത്തം എല്ലാവർക്കും അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇനി സതീഷ് കൊച്ചുപറമ്പിൽ ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിന് എന്താണ് ചെയ്യുന്നത്? പ്രഥമ പരിഗണന അന്ന് ഇവിടെ എന്തോ പോരായ്മയുണ്ടോ, അത് ഇവിടെ എന്താ പോരായ്മകളുണ്ടോ, എന്താണ് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മാറ്റം എല്ലാത്തിനും ഒരു മാറ്റമാണ്. മാറ്റം പ്രത്യേകിച്ച് മാറ്റമൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് തുടർച്ചയായിട്ട് പോവുക. എന്താണ് പുതിയതായിട്ട് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ പോൻവഴികൾ, എന്താണ് മറ്റുള്ള കാര്യങ്ങൾ എന്താണുള്ളത്, അത് ചെയ്യുക എന്നുള്ളതല്ലാതെ മാറ്റമായിട്ട് പ്രത്യേകിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഭരണമാറ്റം അത്യാവശ്യമാണ്. അത് ഇനിയൊരു വികസനം എന്താണ് വരേണ്ടത് നിങ്ങളുടെ ഒരു ആഗ്രഹം? കോന്നിക്ക് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് വികസനം ഒന്നുമില്ലാണ്. ബസ് സ്റ്റാൻഡ് ഇതൊന്ന് വികസിപ്പിക്കണം. അല്ലാതെ നമുക്ക് വലിയ വികസനത്തിന്റെ ആവശ്യമില്ല. വികസനം ഉണ്ട്, അത് നാട് നടക്കുമ്പോൾ നടുവേ ഓടണമെന്നാണ്. നാട് ഓടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നടുവേ ഓടുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ അവർ പ്രതിനിധികൾ അവരെന്തോ ചെയ്യുന്നോ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്ന് പോരായ്മയുണ്ടെങ്കിൽ പറയുക. ഇത് ഇന്ന കാര്യം ഇങ്ങനെയാണ് നമ്മളെ കൊണ്ടാവുന്നത്. ചെറുപ്പക്കാർക്ക് ജോലി ലഭ്യമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കിയാൽ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഭരണം മാറിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ട്. എന്താ വികസനമൊന്നും ഇല്ലല്ലോ, പറച്ചിലല്ലോ. റോഡ് മെഡിക്കൽ കോളേജൊക്കെ വന്നെന്നൊക്കെ പറയുന്നത് നടന്ന കാര്യമാണോ? അതൊക്കെ നേരത്തെ വന്നേ. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ